Dear students, welcome to today's class. ഇന്ന് നമ്മൾ അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് 4ാമത്തെ യൂണിറ്റ് ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ് അതാണ് പഠിക്കുന്നത്. ഒരുപാട് ഇഷ്യൂസ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. നല്ലൊരു അസസ്മെൻറ്റ് നടപ്പിലാക്കേണ്ടത് എങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. അതിലൊന്ന് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻ്റാണ്. ഇപ്പം എല്ലാം നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നൊരു കാലമാണ്. അതിൻ്റെ ഭാഗമായിട്ട് റെഡിമെയ്ഡ് അസസ്മെൻറ്റ് ടൂൾസും സ്റ്റഡി മെറ്റീരിയൽസൊക്കെ മാർക്കറ്റിൽ അത്രയും അവൈലബിളാണ്. അപ്പോൾ ഇത് അസസ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ടീച്ചേഴ്സും അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനീസും ഇവർ രണ്ടുപേരുമാണ് ക്ലാസ് റൂം അസസ്മെൻറ്റ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ റെഡിമെയ്ഡായിട്ടുള്ള അസസ്മെൻറ്റ് ടൂൾസും മെറ്റീരിയൽസും വളരെ പെട്ടെന്ന് അവൈലബിൾ ആയതുകൊണ്ട്, വളരെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് അതിൻ്റെ പിറകെ പോകും. അപ്പോൾ ശരിക്ക് രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, അസസ്മെൻ്റ് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നില്ല. രണ്ടാമത്, ക്വാളിറ്റി ഇല്ലാത്ത ഇത്തരത്തിലുള്ള അസസ്മെൻറ്റ് ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പുവർ ടെസ്റ്റ് ക്വാളിറ്റിയാണ്. ഈ ടെസ്റ്റിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള റിലയബിലിറ്റി, കൺസിസ്റ്റൻസി തുടങ്ങിയിട്ടുള്ള ആ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ടെസ്റ്റുകൾ, ക്ലാസ് ടെസ്റ്റുകൾ ഒക്കെ നടത്തുന്നു. അതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. ഈ അസസ്മെൻറ്റ് ടെക്നിക്സിനെ കുറിച്ച്, അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച്, അതിൻ്റെ ടൂൾസിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണ ടീച്ചേഴ്സിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ പുവർ ക്വാളിറ്റി ടെസ്റ്റ് ദാറ്റ് റിസൾട്ട് ഇൻ ബാഡ് റിസൾട്ട്. പിന്നെ വെറും റോട്ട് മെമ്മറൈസേഷൻ മാത്രമാണ് നമ്മളിപ്പോൾ ടെസ്റ്റിൻ്റെയൊക്കെ ഒരു പർപ്പസായി മാറുന്നത്. മെമ്മറൈസേഷൻ മാത്രം. കുട്ടീൻ്റെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, തിങ്കിങ് പവർ, ഇതൊന്നും അളക്കാനുള്ള ടെസ്റ്റുകൾ ഇല്ലാതെ പോകുന്നു. ഇതൊക്കെ പുവർ ടെസ്റ്റ് ക്വാളിറ്റിയാണ്. മറ്റൊന്ന് ഡൊമൈൻ ഡിപ്പെൻഡൻസിയാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമൈൻ ക്യാൻ ബി ഡിഫൈൻഡ് ആൻ ഏരിയ ഓഫ് കൺട്രോൾ ഓർ സ്ഫിയർ. ഒരു ഏരിയ ഏതിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ 3 ഡൊമൈൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നോളജ്. അഫക്റ്റീവ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട്. സൈക്കോമോട്ടോ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സമ്മിശ്രമായിട്ടുള്ള കൃത്യമായ ഇടപെടലുകളാണ്. അപ്പോൾ ഏത് ഡൊമൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അസസ്മെൻ്റ് നടത്തുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നിർവചിക്കപ്പെടണം. കോൺസെപ്ച്വലൈസ് ആൻഡ് ഇൻസ്റ്റാൻഷിയേറ്റ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പെസിഫിക് ഡൊമൈൻ ഈസ് ദ പോസിബിൾ അപ്രോച്ച് ടു ഡീൽ വിത്ത് ദ ഡൊമൈൻ ഡിപ്പെൻഡൻസ്. ഏത് ഡൊമൈനാണ് ആ സ്പെസിഫിക് ഡൊമൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അസസ്മെൻറ്റ് നടത്തുന്നത്. A teacher who has weak domain understanding is less likely to know what question to ask students. ഈ ഡൊമൈൻ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ടീച്ചേഴ്സിന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ്, അത് ഏതിനെ ബാധിക്കുന്നതാണ്, അവരുടെ ഏത് ഡൊമൈനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. മറ്റൊന്ന് മെഷർമെൻറ്റ് ഇഷ്യൂസാണ്. എന്താണ് മെഷർമെൻറ്റ്? ദാറ്റ് ഇൻവോൾവ്സ് activities designing opportunities to gather evidence, collecting evidence, interpreting it,
ആൻഡ് ആക്ടിങ് ഓൺ ഇൻ്റർപ്രിറ്റേഷൻസ്. ഈ 3-4 കാര്യങ്ങളുമായി റിലേറ്റഡ് ആണ് മെഷർമെൻറ്റ്. ഗ്യാദർ എവിഡൻസ്, കളക്റ്റിംഗ് എവിഡൻസ്, ഇൻ്റർപ്രിറ്റിംഗ് ഇറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും ഉണ്ട്, നിങ്ങൾക്കറിയാലോ. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് നോട്ട് ദ എലിസിറ്റേഷൻ ഓഫ് എവിഡൻസസ് ബട്ട് ഇൻക്ലൂഡ്സ് മേക്കിംഗ് ഇൻഫറൻസസ് ഫ്രം ദി എവിഡൻസ്. എവിഡൻസിൽ നിന്ന് ഇൻഫറൻസസ് ഉണ്ടാക്കുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. നോട്ട് ദ എലിസിറ്റേഷൻ ഓഫ് എവിഡൻസസ്, അല്ലാതെ എവിഡൻസ് എലിസിറ്റ് ചെയ്യുന്നതല്ല. Formative assessment is an inferential process. Measurement issues lies in the interpretation of evidence for learner performance and achievement. അപ്പോൾ ഈ പറയുന്ന മെഷർമെൻറ്റുമായിട്ടുള്ള കൃത്യമായ ധാരണയില്ലാത്തത് തീർച്ചയായിട്ടും അസസ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. We should try to decrease uncertainty and bias by considering data from multiple sources. അൺസർട്ടൈനിറ്റിയും ബയാസും ഇത് രണ്ടും ടെസ്റ്റിന് അസസ്മെൻറ്റിന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. മറ്റൊന്ന് സിസ്റ്റം ഇഷ്യൂ ആണ്. സിസ്റ്റം ഇഷ്യൂ എന്ന് പറയുന്നത് internally coherent when they are mutually supporting. Assessment components can be considered internally coherent. അവ തമ്മിൽ, അസസ്മെൻറ്റിലെ ഓരോ കമ്പോണൻസിനും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ദാറ്റ് ഈസ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നീഡ് ടു ബി അലൈൻഡ് വിത്ത് വൺ അനദർ. ഈ രണ്ട് അസസ്മെൻറ്റിലായാലും അസസ്മെൻറ്റ് കമ്പോണൻസ് ഒരു ഇൻറ്റേർണൽ കൊഹറൻസ്, ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സച്ച് കമ്പോണൻസ് മസ്റ്റ് ഓൾസോ ബി എക്സ്റ്റേർണലി കൊഹറൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ആക്സെപ്റ്റഡ് തിയറീസ് ഓഫ് ലേണിംഗ് ആസ് വെൽ ആസ് വിത്ത് സോഷ്യലി വാല്യൂഡ് ലേണിംഗ് ഔട്ട്കംസ്. എല്ലാ അസസ്മെൻറ്റും, വാട്ട് ഈസ് അസസ്മെൻറ്റ് റിയലി? നമ്മൾ ഒരു ഏരിയ, ആ ഏരിയ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യുകയാണ്. അപ്പോൾ ആ അച്ചീവ്മെൻറ്റ് നടന്നിട്ടുണ്ടോ എന്നാണ് അസസ് ചെയ്യുന്നത്. ഈ അച്ചീവ്മെൻറ്റ് നിലവിലുള്ള ലേണിംഗ് തിയറീസിന് ബേസ്ഡ് ആയിട്ടാണ് അവനെ ആ കണ്ടൻറ്റ് പഠിപ്പിക്കുന്നത്. നിലവിലിരിക്കുന്ന ലേണിംഗ് തിയറീസിനെയൊക്കെ ബേസ്ഡാണ്. അപ്പോൾ ഇതൊക്കെ റിലേറ്റഡ് ടു എക്സിസ്റ്റിംഗ് ലേണിംഗ് തിയറീസ് ആണ്. ഇവ തമ്മിൽ ഈ ഫോർമേറ്റീവ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് കണ്ടു. ഇൻ കേസ് ഇഫ് ദീസ് ടു ടൈപ്സ് ആർ നോട്ട് കൊഹറൻ്റ്ലി പ്രസൻറ്റ്, ദ സിസ്റ്റം വിൽ ഐദർ വർക്ക് എഗെയിൻസ്റ്റ് വൺ അനദർ ഓർ വർക്ക് എഗെയിൻസ്റ്റ് ലാർജർ സൊസൈറ്റൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Today, for practical reasons, summative tests are relatively short and predominantly take the multiple choice or short answer formats. അധികവും മൾട്ടിപ്പിൾ ചോയ്സിലോ ഷോർട്ട് ആൻസർ ഫോർമാറ്റിലോ ആണ് ഇന്ന് അധികവും ഇത്തരത്തിലുള്ള സമ്മേറ്റീവ് എക്സാംസ് ഒക്കെ നടത്തുന്നത്. Such test will measure subject of the intended curriculum, omitting important process, strategies, knowledge. ഇതൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ടെസ്റ്റുകളുടെ ആ ഒരു പർപ്പസ്, അല്ലെങ്കിൽ എന്താണോ ടെസ്റ്റ് കൊണ്ട് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കൽ യൂസേജിന് വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് മാറുന്നുണ്ട്.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിഫോംസ് ഇൻ അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൽ ഏതെല്ലാം തരത്തിലുള്ള റിഫോംസ്, പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. NCF 2005 അനുസരിച്ച് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ഈസ് നെസസറിലി ടു ഇംപ്രൂവ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആൻഡ് മെറ്റീരിയൽസ്. നിർബന്ധമായും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സും മെറ്റീരിയൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി അസസ്മെൻറ്റ് രീതികളും മാറേണ്ടതുണ്ട്. ആൻഡ് ടു ബി ഏബിൾ ടു റിവ്യൂ ദ ഒബ്ജക്റ്റീവ്സ് ദറ്റ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ഫോർ ഡിഫറെൻറ്റ് സ്കൂൾ സ്റ്റേജസ് by going the extent to which the capabilities of learner have been developed. ഓരോ കുട്ടികളുടെയും നിലവാരത്തിനനുസരിച്ച്, അവരുടെ ആ ഒരു പ്രായപരിധിക്കനുസരിച്ച് അവർക്ക് പറ്റുന്ന അസസ്മെൻറ്റ് പ്രോസസ്സ് കൂടിയായിരിക്കണം എന്ന് പറയുന്നു. സാധാരണ അസസ്മെൻറ്റ് കണ്ടക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് and served only the summative functions. But now, with the advent of modern theories of learning and instruction, കാരണം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിർബന്ധമായിട്ടുണ്ട് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെയൊക്കെ വരവോടുകൂടി. അതുകൊണ്ട് ദ പ്രോസസ് ഓഫ് അസസ്മെൻറ്റ് ഹാസ് അക്വേർഡ് ന്യൂ ഡയമെൻഷൻസ് വിത്ത് ഇൻ്റർവെൻഷനിസ്റ്റ് റോൾ ഇൻ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. അപ്പോഴാണ് പുതിയ പുതിയ അസസ്മെൻറ്റ് രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദേശത്തൊക്കെ വളരെ മുമ്പ് തന്നെ നടപ്പിലാക്കി തുടങ്ങി. അതിലൊന്നാണ് ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ്. ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകം തുറന്നു വെക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് നോക്കുക. ഓപ്പൺ ബുക്ക് അലൗസ് സ്റ്റുഡൻസ് ടു ടേക്ക് നോട്ട്സ് അറ്റ് ദ സെയിം ടൈം ഓഫ് എക്സാമിനേഷൻ. പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് നോട്ട് ചെയ്യാം, റെഫർ ചെയ്ത്, പുസ്തകങ്ങൾ റെഫർ ചെയ്ത് നോട്ട് ചെയ്യാം. ഇറ്റ് എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. എങ്ങനെയാണ് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ പറ്റും? പുസ്തകം കൊടുത്തു കഴിഞ്ഞാലും എഴുതാൻ പ്രയാസമുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതിൽ നിന്ന് റെഫറൻസ് എന്ന് പറയുന്ന വലിയൊരു ക്വാളിറ്റിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, റെഫറൻസ് ക്വാളിറ്റി. ശരിക്കും ഒരു സ്റ്റുഡൻറ്റിനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് റെഫറൻസ്. തൻ്റെ മുന്നിലുള്ള റിസോഴ്സസിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. അപ്പോൾ ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് ഓഫൺ കംപ്രൈസസ് ടാസ്ക് ബേസ്ഡ് ഓൺ എ പ്രോബ്ലം. ആക്ച്വലി ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടാവും, ടു വിച്ച് ദി സ്റ്റുഡൻറ്റ് ഈസ് then required to respond employing their knowledge of the subject. ആ പ്രോബ്ലത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ്റ് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അവൻ്റെ ക്രിയേറ്റിവിറ്റി, അവൻ്റെ സജഷൻസ്, കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെയാണ് വളരെ പ്രധാനം. അപ്പോൾ ഒരു കുട്ടീൻ്റെ ക്രിയേറ്റിവിറ്റി അളക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഓപ്പൺ ബുക്ക് എക്സാം. പലതരമുണ്ട്. റെസ്ട്രിക്റ്റഡ് ടൈപ്പും ഉണ്ട്, അൺറെസ്ട്രിക്റ്റഡ് ടൈപ്പും ഉണ്ട്. റെസ്ട്രിക്റ്റഡിൽ സ്റ്റുഡൻസ് ആർ പെർമിറ്റഡ് ടു ബ്രിങ് വൺ ഓർ മോർ സ്പെസിഫിക് ഡോക്യുമെൻറ്റ്സ് അപ്രൂവ്ഡ് ബൈ കോഴ്സ് ഇൻസ്ട്രക്ടർ. ഇൻസ്ട്രക്ടർ തന്നെ പറയും ഇന്ന പുസ്തകം കൊണ്ടുവരാം, 1 or 2, അല്ല ഇന്ന സോഴ്സസ് കൊണ്ടുവരാം. അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആർ ഫ്രീ ടു ബ്രിങ് വാട്ട് എവർ ദേ ലൈക്ക്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടുവരാം. അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ടെൻഡൻസി ഓഫ് റോട്ട് മെമ്മറി. ഇന്നത്തെ നമ്മളെ പരീക്ഷകളൊക്കെ നോക്കൂ, എല്ലാ പരീക്ഷയും റോട്ട് മെമ്മറി അളക്കാൻ മാത്രം ഉള്ളതാണ്. അത് മാറിക്കിട്ടും. ഹയർ ഓർഡർ തിങ്കിങ്, ഞാൻ പറഞ്ഞില്ലേ, ഈ അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള ഹയർ ഓർഡർ തിങ്കിങ്സിലേക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റും. അതൊന്നും അസസ് ചെയ്യാനിപ്പം പറ്റുന്നില്ല. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, ഈ 3 തലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പ്രയാസമാണ്. നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഇതൊക്കെയാണ്: നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ, ഇവാലുവേഷൻ. അതിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിലുള്ള അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻ, ഇവാലുവേഷൻ തുടങ്ങിയിട്ടുള്ള തലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ പറ്റും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, സ്ട്രെസ്സും ഫിയറൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ടെൻഡൻസി ടു കോപ്പ് വിത്ത് പ്രസൻറ്റ് സിറ്റുവേഷൻസ്,
സെൽഫ് സ്റ്റഡി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയേറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു, റെഗുലർ സ്റ്റഡി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡിമെറിറ്റ്സും ഉണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് 1 hour 2 hour 3 hour എക്സാമിനേഷൻസ് ഒന്നും നടത്താൻ പ്രയാസമായിരിക്കും. പിന്നെ ഇക്വിറ്റബിൾ റിസോഴ്സസ് അതും ഒരു പ്രധാന ഘടകമല്ലേ. കിട്ടുന്നതിനനുസരിച്ച് ആർക്കാണോ നല്ല റിസോഴ്സസ് കിട്ടുന്നത് അവർ എക്സാമിനേഷനിൽ കൂടുതൽ പെർഫോം ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ലെസ് ഇമ്പോർട്ടൻ്റ് ടു റോഡ് മെമ്മറൈസേഷൻ തീരെ ഇല്ലാണ്ടായി പോകും. ഈവൻ ഡെഫിനേഷൻസോ അല്ലെങ്കിൽ വളരെ അങ്ങനെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പോലും ഓർക്കാതെ വരും. ഇപ്പോൾ ഗ്രാമറൊക്കെ ആണെങ്കിൽ ഗ്രാമറ്റിക്കൽ തിയറീസ് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒട്ടും ബേസിക് തിയറീസ് പോലും അറിയാതെ പോകും എന്നുള്ളത് പ്രശ്നമുണ്ട്. വേറൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അസസ്മെൻ്റാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും തീരുമാനിക്കാം. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഹയർ എഡ്യൂക്കേഷൻ ഡിസൈൻ ആൻഡ് ഇവാലുവേറ്റ് their own assessment programs by addressing specific needs and progress. ഇപ്പം നമ്മളെ പല കോളേജുകൾക്കും കൂടുതൽ പദവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോളേജുകളൊക്കെ ഇപ്പം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ദേവഗിരി കോളേജും ഫറൂഖ് കോളേജും ഒക്കെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസായി മാറി. അവർക്ക് സിലബസ് ഡിസൈൻ ചെയ്യാം, കരിക്കുലം ഡിസൈഡ് ചെയ്യാം, എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ അവർക്ക് നിശ്ചയിക്കാം. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻ്റാണ്. അതിന് IBA ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയും. അപ്രോച്ച് ഇൻ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് അക്കാഡമിക് പ്രോഗ്രസ് ഇൻ വിച്ച് ടീച്ചേഴ്സ് ആർ ഗിവൺ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ടു ഡിസൈൻ ക്വാളിറ്റി അസസ്മെൻറ്റ്. അപ്പോൾ അവിടെ ടീച്ചേഴ്സാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അവരാണ് അസസ്മെൻറ്റ് ടൂൾസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മോർ കോംപ്രിഹെൻസീവ് ഫോക്കസ് ബീയിങ് ആൻ അസസ്മെൻറ്റ് ഓഫ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ലേണർ. Indeed, the only way to make evaluation on a continuous basis, ഒരു തുടർച്ചയായിട്ടുള്ള ബേസിലൊരു ഇവാലുവേഷൻ നടത്താൻ പറ്റും. Ensures holistic development of learners. Use of written, oral, practical, diagnostic and formative tests are made use of assessing. ഇതൊക്കെ സാധ്യമാണ്. പിന്നെ IBAയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ്. Teacher must ensure that assessment become an integral part of institution. Integral assessment should be comprehensive as it takes into account assessment of holistic development. Comprehensive, what is really meaning? കുട്ടികൾക്കും ടീച്ചേഴ്സിനും എന്താണ് ചോദിക്കുന്നതെന്നും എന്താണ് അസസ് ചെയ്യുന്നതെന്നും കാര്യം മനസ്സിലാക്കിയിട്ടുള്ള അസസ്മെൻ്റാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഡാറ്റാബേസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ്, അതൊക്കെ തയ്യാറാക്കാൻ പറ്റും. അഡാപ്റ്റഡ് ടു വേരിയിങ് കണ്ടീഷൻസ് IBA ഫേവറബിളാണ്. ക്ലാസ് അറ്റൻഡൻസ്, ക്ലാസ് റൂം ഒബ്സർവേഷൻ, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, പ്രാക്ടിക്കൽ ആൻഡ് ലബോറട്ടറി ആൻഡ് ലൈബ്രറി വർക്ക്, വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റി, ഇതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. മറ്റൊന്ന് ഓൺലൈൻ അസസ്മെൻ്റാണ്. ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളിൽ നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതാണ്. എക്സാമിനേഷൻസ് ഓൺലൈനായിട്ട് നടത്തുന്നു. ഒരു സ്പീഡ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. സ്കോറിങ് ക്യാൻ ബി ഡൺ സ്പീഡ്ലി, ഈസിയർ ടൈം സേവിങ്, റെഡ്യൂസസ് ചാൻസ് ഓഫ് കോപ്പി, സബ്ജക്റ്റിവിറ്റി ഒക്കെ കുറയ്ക്കാൻ പറ്റും. കാരണം ക്യാമറ ഒക്കെ ഉള്ള ഓൺലൈൻ എക്സാമിനേഷൻ ആകുമ്പോൾ അതിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. കോപ്പിങ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ലെസ് എക്സ്പെൻസീവാണ്. ക്വിക്ക് ഇവാലുവേഷൻ നടക്കും.
അതിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് നല്ല ബ്രോഡ്ബാൻഡ് ഫെസിലിറ്റി വേണം. ഇത് നെറ്റ് കണക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ സ്പീഡായിരിക്കണം. ടെക്നിക്കൽ നോളജ് അത്യാവശ്യമാണ്. ഈ റെക്കോർഡഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ എപ്പം വേണമെങ്കിലും നഷ്ടപ്പെട്ടും പോകാം, അതിനും സാധ്യതയുണ്ട്. പിന്നെ അത് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊന്ന് ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റ്, ആവശ്യപ്പെടുന്ന സമയത്ത് അസസ്മെൻറ്റ്. ഓൺ ഡിമാൻഡ് ഓഫ് ദ ലേണറാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. കുട്ടിക്ക് ആവശ്യപ്പെടുന്ന, അതായത് കുട്ടി കാര്യങ്ങൾ കണ്ടൻറ്റ് പഠിച്ചു, മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്ക് ഇപ്പോൾ അസസ്മെൻറ്റ് നടത്തിയാൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും എന്ന് കുട്ടി റിവീൽ ചെയ്യുന്ന ടൈമിലാണ് എക്സാം നടക്കുന്നത്. റിലയബിൾ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മാനറാണ്. പ്രിഫറൻസ് ടു സ്റ്റുഡൻസ് എക്സാമിനേഷൻ. Can written examination when the student is think he is written all thing. അത് തന്നെ പലതരത്തിലുണ്ട്. കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു സ്റ്റുഡൻസ് ദാറ്റ് വേരി അക്കോർഡിംഗ് ടു സ്റ്റുഡൻ്റ് എബിലിറ്റി. സ്റ്റുഡൻറ്റിൻ്റെ കഴിവിനനുസരിച്ച് ടെസ്റ്റും വേരിയഡാണ്. ദ സ്റ്റുഡൻസ് ഗിവ് റെസ്പോൺസസ്. Depending on the responses provided in the previous questions, the system presents progressively easier or more difficult question. പിന്നെ ലൈനർ ടെസ്റ്റ് ഉണ്ട്. സ്റ്റുഡൻസ് ഗെറ്റ് എ ഫിക്സഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അതിലൊരു ഫിക്സഡ് ആണ്. മറ്റേത് അവരുടെ കഴിവിനനുസരിച്ച് വേരിയഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഫിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ്. സെയിം ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ടു ഓൾ സ്റ്റുഡൻസ്. The responses are saved and stored. മെറിറ്റ്, ഈ ഓൺ ഡിമാൻഡ് എക്സാമിൻ്റെ മെറിറ്റ്, അറ്റൻഡ് എക്സാം വെൻ റെഡി. നമ്മളെ ഒരു ലേണിംഗ് തിയറി തന്നെ ഉണ്ടല്ലോ, വെൻ എ കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ടു ഡു സോ ഈസ് സാറ്റിസ്ഫൈങ്, ആൻഡ് വെൻ എ കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് നോട്ട് റെഡി ടു കണ്ടക്ട് ടു ഡു സോ ഈസ് അനോയിങ്. ലോ ഓഫ് ലേണിംഗ് അതിൽ പെടുന്നതാണ് റെഡിനെസ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. പലപ്പോഴും ഒരു സമ്മേറ്റീവ് അസസ്മെൻ്റൊക്കെ നടത്തുന്ന സമയത്ത് ഒരു ഫൈനൽ എക്സാമൊക്കെ ഡേറ്റൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടി ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് എക്സാം നേരിടാൻ തയ്യാറാവണമെന്നില്ല. അല്ലെ കുട്ടിക്ക് കണ്ടൻറ്റ് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ കുട്ടി റെഡിയാവുന്ന ടൈമിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ട്. ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ്ഡ് ആണ്. ഡിമെറിറ്റ്സ് ഉണ്ട്. അൺഫെയർ ചെക്കിംഗ് ഓഫ് എക്സാം, വെരി സ്ലോ സർവീസസ്, മച്ച് ഫ്രീഡം. ഇതിൻ്റെ ഡിമെറിറ്റ്സ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സാണ്. നമ്മളെ കമ്മീഷനുകൾ, ഇതുവരെ നടന്നിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനുകളിലും റിപ്പോർട്ടുകളിലൊക്കെ പരീക്ഷ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് വരെ ഉള്ള ലെവലിലേക്ക് പരീക്ഷകൾ ഉയർന്നിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട റിപ്പോർട്ട്സ് നോക്കാം. എക്സാമിനേഷൻസ് ആർ ആൻ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ദി എഡ്യൂക്കേഷണൽ പ്രോസസ്. It is necessary to determine the effectiveness of teaching learning process and their installation by learners. Schools have taken on the function of examining and screening out on the basis of examination. Recommendations related to examination reforms given by various reports and independents are followed. ഓരോ കമ്മീഷനിലും എക്സാമിനേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നും ലേണിംഗ് പ്രോസസ്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോസസ്സാണെന്നും നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോ കാര്യങ്ങൾ എത്ര ഉൾക്കൊണ്ടു എന്ന് അസസ് ചെയ്യേണ്ടതെന്നും എല്ലാ റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്. അതിൽ 48-49 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള രാധാകൃഷ്ണൻ കമ്മീഷനിൽ പറയുന്നത്, for nearly half a century examinations as they have been functioning have been recognized as one
ദ വേഴ്സ്റ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആണ്. അതായത് പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഇന്നും ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ആ അവസ്ഥയിൽ നിന്ന് പരീക്ഷാ സമ്പ്രദായം മാറണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് അത് ഈ കമ്മീഷനിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ കമ്മീഷൻ ഈസ് ദ യൂസ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. അതുവരെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള എഴുത്ത് രീതികൾ മാത്രമായിരുന്നു ഉള്ളത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 52-53 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മിറ്റി എന്ന് പറയുന്ന അദ്ദേഹം ചെയർമാനായിട്ടുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ പറയുന്നത് നമ്പർ ഓഫ് എക്സ്റ്റേണൽ എക്സാമിനേഷൻസ് ടു ബി റെഡ്യൂസ്ഡ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. For assessing overall progress of students, school records should keep properly. Symbolic marking instead if numerical marking. In the final assessment, due weightages given to internal examination. അപ്പോൾ ഇതൊക്കെയാണ് ആ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് കൊത്താരി കമ്മീഷൻ നിർദ്ദേശിച്ചു, ഇവിടെ അത് നടപ്പിലാക്കി. മറ്റൊന്ന് സിംബോളിക് മാർക്കിങ്ങും നിർബന്ധമാക്കി. ഫൈനൽ അസസ്മെൻറ്റ് വെയ്റ്റേജ് ഇൻറ്റേർണൽ എക്സാമിനേഷനും സ്കൂൾ റെക്കോർഡിനും വെയ്റ്റേജ് കൊടുക്കാൻ തുടങ്ങി. അതും കൂടി ചേർത്തിട്ടാണ് ഫൈനൽ എക്സാം. അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിനേഷൻ, ഇൻറ്റേർണൽ മാർക്ക് എന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ അറ്റ് ദ കംപ്ലീഷൻ ഓഫ് സെക്കൻഡറി സ്കൂൾ കരിക്കുലം ഓൺലി 1 പബ്ലിക് എക്സാമിനേഷൻ ഷുഡ് ബി കണ്ടക്ട്. ഏതാണ്ട് അതിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, ഒരു പരീക്ഷ അതിന് പ്രാധാന്യം കൊടുക്കുക. സർട്ടിഫിക്കറ്റ്സ് അവാർഡ് ടു സ്റ്റുഡൻസ്. Then compartmental examination system should be included. Internal assessment should be encouraged. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 64-66 അതിൽ കൊത്താരി കമ്മീഷൻ ഹെഡഡ് ബൈ ഡോക്ടർ DS കൊത്താരി. അതിൽ recommendations on examination reform made by Kothari Commission are: on the completion of course at the end of the lower or higher secondary stage, students should receive a certificate from school. കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. Certificate may be attached to that given by board in connection with the external examination. ഏത് ബോർഡിൻ്റെയാണോ ആ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസീവ്, അല്ലേ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ആ രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ് CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. പിന്നെ പറയുന്നത് ഇവാലുവേറ്റിംഗ് ഓൾ ദോസ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഗ്രോത്ത് ദാറ്റ് ആർ മെഷേർഡ് ബൈ ദി എക്സ്റ്റേണൽ എക്സാമിനേഷൻ ആൻഡ് ഓൾസോ ദോസ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. സർട്ടിഫിക്കറ്റ്സ് ഷുഡ് ബി സ്റ്റുഡൻസ് കംപ്ലീറ്റ് പെർഫോമൻസ്, ബട്ട് ദർ ഷുഡ് ബി നോ റിമാർക്ക് ടു ദ എഫക്റ്റ് that he has passed or failed in the whole examination. ഹോൾ എക്സാമിനേഷൻ പാസ്സായോ ഫെയിലായോ എന്ന് പറയുന്നില്ല. സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സ്റ്റുഡൻസ് കംപ്ലീറ്റ് പെർഫോമൻസാണ്. ആ പെർഫോമൻസ് മാത്രമേ സർട്ടിഫിക്കറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. റിട്ടൺ എക്സാമിനേഷൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് ലെയ്ഡ് സ്ട്രെസ് ഓൺ ഒബ്സർവേഷൻ ടെക്നിക്സ്, ഓറൽ ടെസ്റ്റ്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്.
നാഷണൽ ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ടു ബി സെറ്റപ്പ് അറ്റ് സെൻറ്റർ ലെവലിൽ നാഷണൽ ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്യണമെന്നും പറയുന്നു. പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വളരെ പ്രധാനപ്പെട്ട 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എനി പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ആസ് പാർട്ട് ഓഫ് സൗണ്ട് എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി, examination should be employed to bring about qualitative improvement in education. The elimination of excessive element of chance and subjectivity. അത് സബ്ജക്റ്റിവിറ്റി ആസ് ഫാർ ആസ് പോസിബിൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം എക്സാംസ്. സെയിം ക്വസ്റ്റ്യൻ സെയിം ആൻസർ. ഓക്കെ. ദെൻ ഈ റോട്ട് മെമ്മറൈസേഷൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എഫക്റ്റീവ് യൂസ് ഓഫ് ഇവാലുവേഷൻ പ്രോസസ് ബൈ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. പിന്നെ എക്സാം നടത്തുന്നതിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം. കണ്ടക്ട് ഓഫ് എക്സാമിനേഷനിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം. പിന്നെ 86 92 ഉള്ള പ്രോഗ്രാം ഓഫ് ആക്ഷനിൽ പറയുന്നുണ്ട് several specific short-term and long-term measures for carrying out examination reform at the school level as well as at the university level. അതിനുള്ള പല മാർഗങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ UGC, NCERT, AICT, സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ, ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇവിടെയൊക്കെ തന്നെ ടു ഫോർമുലേറ്റ് എ നാഷണൽ എക്സാമിനേഷൻ റിഫോം, അതിനുള്ള ഒരു റിസർച്ച് ഇവർക്കൊക്കെ നടത്താൻ ഇവരെയൊക്കെ ചുമതലപ്പെടുത്തുന്നുണ്ട്. മിനിമം ലെവൽ ഓഫ് ലേണിംഗ് MLL. ഇപ്പോൾ ഉദാഹരണത്തിന് മാത്സ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഇതിലൊക്കെ വേണ്ടത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ആണ്. എല്ലാവരും മാത്സ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ നിർബന്ധമായും ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ആ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് നിശ്ചയിക്കണം. അറ്റ് ദ നാഷണൽ ലെവൽ സിമിലർ എക്സർസൈസ് ടു ഡെവലപ്പ് ദീസ് ഇൻ ദ റിമൈനിങ് ഏരിയാസ് ആൻഡ് ക്ലാസ്സസ് ഓഫ് എലിമെൻ്ററി കരിക്കുലം വിൽ ബി carried out. പിന്നെ no detention policy is envisaged at the primary stage. The main function of evaluation will be diagnostic in nature, so as to provide a remedial help to the people. എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി നിശ്ചയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പരീക്ഷയാണ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേജിൽ സെലക്ഷൻ ടെസ്റ്റ് ഫോർ അഡ്മിഷൻ ടു ഓൾ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ് എന്ന് പറയുന്നു. ഓരോ യൂണിവേഴ്സിറ്റിയും പ്രിപ്പയർ ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ ഗ്രേഡിംഗ് to be followed by individual colleges, institutions. അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കണം. എൻട്രൻസ് ടെസ്റ്റുകൾ അഡ്മിഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹയർ എഡ്യൂക്കേഷൻ ബോഡീസൊക്കെ എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തണം. പിന്നെ 90 രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയിൽ പറയുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിവ്യൂ കമ്മിറ്റി under the chairmanship of Acharya Ramamurthy in 1990. The examination reform should be constructed as a package. ഒരു പാക്കേജ് എന്ന രീതിയിൽ നടപ്പിലാക്കണം എന്ന് പറയുന്നു. As a whole should be implemented instead of the piecemeal and
അഡ്ഹോക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് എല്ലാം കൂടി ആ എക്സാം റിഫോംസ് എല്ലാം കൂടി ഒരു പാക്കേജായിട്ട് നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 92 അതിൽ പറയുന്നുണ്ട് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ CAB, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓഫ് എക്സാമിനേഷൻ റിഫോം മെഷേഴ്സ് അണ്ടർടേക്കൻ ബൈ എക്സാമിനിങ് ബോഡീസ്, നാഷണൽ എക്സാമിനേഷൻ റിഫോം തയ്യാറാക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് എ നാഷണൽ എക്സാമിനേഷൻ റിഫോം, developing an effective mechanism for coordination, monitoring, evaluation, etc. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF 2005 പറയുന്നത് റെഡ്യൂസിങ് സ്ട്രെസ് ആൻഡ് എൻഹാൻസിങ് സക്സസ് ഇൻ എക്സാമിനേഷൻ. സ്ട്രെസ് ഒഴിവാക്കണം. ഷിഫ്റ്റ് ഫ്രം കണ്ടൻറ് ബേസ്ഡ് ടെസ്റ്റിംഗ് ടു പ്രോബ്ലം സോൾവിങ്. വെറും കണ്ടൻറ് മെമ്മറൈസ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പ്രോബ്ലം സോൾവിങ്ങിലേക്ക്, അണ്ടർസ്റ്റാൻഡിലേക്ക് മാറണം. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതാനുള്ള കഴിവുണ്ടാവണം. അത് അവൈലബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ബുക്ക് ടു വൈഡൻ ടീച്ചേഴ്സ് ചോയ്സസ് പ്രൊവൈഡ് ഫോർ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും പറയുന്നുണ്ട്. തിരഞ്ഞെടുക്കാം, സെലക്ട് ചെയ്യാം താല്പര്യത്തിനനുസരിച്ച്. ഷെയറിംഗ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസസ്, ഡൈവേഴ്സ് ക്ലാസ് റൂം പ്രാക്ടീസസ് ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇന്നോവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു. KCF കേരള കരിക്കുലം ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട് 2007 ഇറ്റ് ഈസ് ദ ടീച്ചർ ഹൂ ഹാസ് ദ റൈറ്റ് ടു ഇവാലുവേറ്റ് ദ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടിയെ, ആ കുട്ടീൻ്റെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് അസസ് ചെയ്യേണ്ടത് അധ്യാപകനാണ് എന്ന് പറയുന്നു. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പർ പ്രൈമറിയിലും along with the terminal examination, written examination could be held in the middle of the academic year. അക്കാഡമിക് ഇയറിൻ്റെ മിഡിൽ നടത്തണം എന്നും പറയുന്നു. ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ന്യൂ മോഡ്സ് ഓഫ് ഇവാലുവേഷൻ, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഇങ്ങനെയുള്ള പുതിയ സങ്കേതങ്ങളൊക്കെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. എക്സാമിനേഷൻ വിളിച്ച് publishes the questions earlier, അതായത് ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആദ്യം പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് ചോദിക്കുക. ഇതൊക്കെയുള്ള ഒരുപാട് ചാൻസസ്, ഒരുപാട് ചേഞ്ചസ് എക്സാമിനേഷനിൽ കൊണ്ടുവരാം. കേരള കരിക്കുലം അപ്രോച്ച് 2013, ഔട്ട്കം ഫോക്കസ്ഡ് അസസ്മെൻറ്റ് CCE, 3 types ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ പറയുന്നത് ലേണിംഗ് പ്രോസസ് അസസ്മെൻറ്റ്, പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, യൂണിറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒരു വളരെ വലിയ വൈഡായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ഒരു ജനറൽ ഐഡിയ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി. സാധാരണ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ്. ക്ലാസ് റൂം അസസ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്? കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി, ഡൊമൈൻ ഡിപ്പെൻഡൻസി, മെഷർമെൻറ്റ് ഇഷ്യൂ, സിസ്റ്റം ഇഷ്യൂ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അതിൻ്റെ വാല്യൂ പോയിൻറ്റ്സിൽ അതിൽ ഓരോന്നിലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതാം. അതുപോലെ തന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാൻ സാധ്യതയില്ല. എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് റിലേറ്റഡ് ടു എക്സാമിനേഷൻ റിഫോംസ് ഗിവൺ ബൈ വേരിയസ് റിപ്പോർട്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതെല്ലാം വേണം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എല്ലാം അതിൽ ഉൾപ്പെടുത്തണം. അപ്പോഴേ അതൊരു എസ്സേ ആയിട്ട് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണ്ടൻ്റ് ഒന്നും എളുപ്പമല്ല,
നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നന്നായി പരീക്ഷ എഴുതുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.